ഹലോ, ന്യൂ ഇയർ ആയിക്കൊണ്ടേ കോഴഞ്ചേരി വരെ ഒന്ന് വന്നതാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നിരിക്കുന്നത് കേട്ടോ. ടൗണിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ന്യൂ ഇയർ അല്ലേ, സാധനങ്ങൾ വാങ്ങാനും എന്തെങ്കിലുമൊക്കെ പാർട്ടിക്ക് പോകാനും ഒക്കെ ആയിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ മെല്ലെ ടൗൺ വിട്ട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കുറേ വിശേഷങ്ങളിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോവുക നമ്മുടെ റോഡെ. ശരിക്കും പറഞ്ഞാൽ ഈ വിശേഷങ്ങളൊക്കെ പകാതോരാതെ പറയാനും അത് കേട്ട് സഹിച്ചിരിക്കാനും നമുക്കൊരാളെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ് അല്ലേ? ശരിയല്ലേ? വെറുതെ അല്ലേ? ശരി, അതങ്ങനെ തന്നെയാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ട് ഈ ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ. എന്താ? അടുത്ത ഒരു വർഷം ഞാൻ ഇങ്ങനെയായിരിക്കും, കഴിഞ്ഞ വർഷം ഞാൻ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഈ വർഷം ഞാൻ അങ്ങനെ ആയിരിക്കത്തില്ല, ഈ വർഷം ഞാൻ വേറെ ആയിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ റെസൊല്യൂഷനോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി ദൈവം അനുവദിച്ച്. പിന്നെ കുറച്ച് കൊച്ചു സ്വപ്നങ്ങളുണ്ട്, കൊച്ചാഗ്രഹങ്ങളുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗോൾ വേണമല്ലോ, അതൊക്കെ നേടിയെടുക്കാൻ അതിൻ്റെ പുറകെയുള്ളൊരു പായൽ. എങ്ങും ന്യൂ ഇയർ സെലിബ്രേഷൻ തന്നെ. ശാന്തമ്മ നേരത്തെ കടന്നെന്ന് തോന്നുന്നു കേട്ടോ. കനാലി വെള്ളം വിട്ടിട്ടുണ്ട് കേട്ടോ. അതായാലും കാര്യമായി. ഈ വർഷമെങ്കിലും ഈ റോഡ് നന്നാക്കുമായിരിക്കും. നോക്ക്, വീടുകളൊക്കെ ഒരുപാട് അലങ്കരിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ആഘോഷം നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അതിൽ നമ്മൾ ആനന്ദം കണ്ടെത്തുന്നു എന്നതാണ് അതിലെ വസ്തുത. ആണോ? അതെ. ഇവിടെ ഒരാൾ കാര്യമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. അതാണ് നമുക്ക് ലൈഫിലെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്. കട്ടയ്ക്ക് കൂടെ നിൽക്കത്തെ കുറേ നല്ല കൂട്ടുകാർ. എൻ്റെ സകല മണ്ടത്തരങ്ങളും സഹിച്ച് ക്ഷമിച്ച് എന്നോട് പിന്നെയും മിണ്ടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ നല്ല കൂട്ടുകാർ. എനിക്കത് മതി. ഈ ലൈഫിൽ എനിക്കത് മാത്രം മതി.